അർജുൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രി നേരത്തെ എത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്ന കുടുംബാംഗങ്ങൾ അതിലേക്കൊന്നു പോകാം. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ ദുഃഖം അനുഭവിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കാണുന്ന പോലെ തന്നെ സി.എം നമ്മളെ അടുത്ത് വന്നു, ആശ്വാസം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അതെ, അല്ല, ഈശ്വർ മാൽപ്പെ സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ പുള്ളിയുടെ പേരിൽ FIR ഒക്കെ ഇടുന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി തിരിച്ചു പോയി എന്നാണ് ഇപ്പം ഹസ്ബൻഡ് അവിടെ നിന്ന് വിളിച്ചപ്പം പറഞ്ഞത്. എന്താണെങ്കിലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, എന്തെങ്കിലും രീതിയിൽ നമുക്ക് നോക്കാം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. ഇതന്നെയാണ് അവിടെയാണുള്ളത്. അല്ല, ഇതന്നെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല, അനിശ്ചിതാവസ്ഥയിലാണ്, ഒന്നും നടക്കുന്നില്ല എന്ന്. അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. കണ്ണാടിക്കൽ അർജുൻ്റെ ശിരൂർ ലങ്കോലയിൽ മണ്ണിടിച്ചിൽപ്പെട്ട അർജുൻ്റെ ബന്ധുക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നേരത്തെ മുഖ്യമന്ത്രി വീട് സന്ദർശിച്ചിരുന്നു. ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പ് മറ്റെല്ലാ നിലവിൽ ഒരുപാട് ദുരിതബാധിതരുണ്ട് നാട്ടിൽ. വയനാട്ടിലുള്ള ആളുകൾക്കൊക്കെയും കൊടുത്ത പോലെ ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സഹോദരി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ KV ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഹുൽ, മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ എന്താണ് പറയുന്നത്? നിലവിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്? അക്ഷയ, അർജുനെ കണ്ടെത്തുന്നത് വരെ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരണം എന്നൊരാവശ്യം തന്നെയാണ് കുടുംബം മുഖ്യമന്ത്രിയോടും ഉന്നയിച്ചത്. അത് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഒപ്പം കുടുംബം മുഖ്യമന്ത്രിക്ക് മുൻപാകെ നിവേദനം നൽകുകയും ചെയ്തു. 15 മിനിറ്റോളം സമയം മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു എന്നതാണ്. അർജുൻ്റെ അമ്മ, അച്ഛൻ, ഭാര്യ, മറ്റു സഹോദരിമാർ ഇവരോടൊക്കെ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് നിരവധി ആളുകൾ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത്. വയനാട് വലിയ ദുരന്തം, മറ്റു മേഖലകളിലുള്ള ആളുകളും കാലവർഷത്തിൻ്റെതായ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പം എല്ലാവരുടെയും ഒപ്പം സംസ്ഥാന സർക്കാർ ഉണ്ട് എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി അർജുൻ്റെ വീട്ടുകാരെ കണ്ടതിന് ശേഷവും അറിയിച്ചത്. ഇന്ന് ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കും, അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ തെരച്ചിലിനായി വന്ന ഈശ്വർ മാൽപ്പെ സംഘത്തിന് ഇന്ന് തിരികെ മടങ്ങേണ്ടി വരികയാണ് ചെയ്തത്. അതായത് ഗംഗാവലിയിൽ ഇപ്പോഴും അതിശക്തമായ ഒഴുക്ക് തന്നെ തുടരുന്നു എന്നതാണ്. 6 നോട്ടിന് മുകളിലാണ് പുഴയിലൊഴുക്ക്. അതായത് തിരച്ചിൽ നിർത്തിവെച്ച് 4-5 ദിവസത്തിന് ശേഷമാണ് അവിടെ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ ആ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ദിവസം ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഒഴുക്ക് പുഴയിൽ തുടരുന്നു എന്നാണ് അവിടെ നിന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതുകൊണ്ട് ഈശ്വർ മാൽപ്പെ സംഘത്തെ ഇന്ന് പുഴയിൽ ഇറങ്ങാൻ അനുവദിച്ചില്ല. അവർ തിരികെ മടങ്ങുകയാണ് ചെയ്തത്. ഏതായാലും തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ തുടരണം. ഇത് ആദ്യ നിമിഷം മുതൽ തന്നെ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ അർജുനെ കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരണം എന്നൊരാവശ്യം മുഖ്യമന്ത്രിക്ക് മുൻപാകെയും കുടുംബം ഉന്നയിച്ചു എന്നത് തന്നെയാണ്. കഴിയുന്ന എല്ലാം തന്നെ, സാധ്യമായതെല്ലാം തന്നെ ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. 15 മിനിറ്റോളം മുഖ്യമന്ത്രി അർജുന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. അതായത് ജൂലൈ 16-ാം തീയതിയാണ് ഈ വിധത്തിലുള്ള അപകടം ഷെഡ്യൂളിൽ സംഭവിക്കുന്നത്. അർജുനെ തെരയുന്നതുമായി ബന്ധപ്പെട്ട് അത് തെരച്ചിൽ തുടരണമെന്നുള്ള കാര്യം തന്നെ കുടുംബം ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി ഉറപ്പുകൾ പലതും നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ സഹായങ്ങൾ, ഈ ഭാര്യയുടെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്? മറ്റേതൊക്കെ തരത്തിൽ സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകും? നടപടി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ വഴികളും നിലവിൽ അടഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിലവിൽ തെരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ട നടപടി എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ അത്തരത്തിലുള്ള പ്രതികരണം കുടുംബം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആ വിധത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നമുക്ക് മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിച്ചതെന്നാണ് കുടുംബത്തോട് ചോദിച്ചത്. നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കുടുംബാംഗങ്ങളോട്, പ്രത്യേകിച്ച് അർജുൻ്റെ സഹോദരിയോട് ചോദിച്ചത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്.
മുഖ്യമന്ത്രി സർക്കാരും ഒപ്പമുണ്ടാകും എന്നൊരു കാര്യം അദ്ദേഹം അറിയിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഒപ്പം തിരച്ചിലിനെ കുറിച്ചാണ് പ്രധാനമായും അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ ഷൊരൂരിലെ ദൗത്യം അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. ഇന്ന് പുനരാരംഭിക്കാനുള്ള തീരുമാനമായിരുന്നെങ്കിൽ പോലും കാലാവസ്ഥ വെല്ലുവിളി ആയതുകൊണ്ട് ഈശ്വർ മാൽപ്പെ സംഘത്തെ, അതായത് മുങ്ങലിൽ പ്രാവീണ്യമുള്ള, നേരത്തെ 2 ദിവസങ്ങളിൽ ഗംഗാവലിയിൽ ഇറങ്ങി ഡൈവ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഈശ്വർ മാൽപ്പെ സംഘം ഇന്ന് ഗംഗാവലിയിലേക്ക് വരികയും പക്ഷെ അവിടെ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യവുമാണ്. കുടുംബം പറയുന്നത് കർണാടക ഭരണകൂടത്തിന് തിരച്ചിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നതാണ്. പോലീസ് സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി ഈശ്വർ മാൽപ്പെ സംഘത്തെ തിരികെ അയച്ചു എന്നതടക്കമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ അർജുനെ കണ്ടെത്തുന്നതിന് പ്രാധാന്യം നൽകണം, തിരച്ചിൽ നിർത്തരുത്, യാതൊരു കാരണവശാലും നിർത്തരുത് എന്നാണ് കുടുംബം പറഞ്ഞത്. ബാക്കി ഈ ജോലി അടക്കമുള്ള അല്ലെങ്കിൽ സഹായധനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീടാണ് കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകേണ്ടത്. പക്ഷേ ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. അർജുനായിട്ടുള്ള തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അവിടെ നീരൊഴുക്കും കുത്തൊഴുക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നദിയിൽ ഗംഗാവലിയിൽ അത് പഴയ തോതിൽ തന്നെ ആ ഒരു അവസ്ഥയിലാണ്, അത് അനിശ്ചിതാവസ്ഥയിലേക്ക് ആയിരിക്കുന്നത്. തെരച്ചിൽ തുടരണമെന്നുള്ള ആവശ്യം വീണ്ടും കുടുംബം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ കെ വിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത്. ഇടവേള.